ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡീസ് വ്ളോഗ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചപ്പാത്തി എങ്ങനെ നമുക്ക് അത്രയും സോഫ്റ്റായിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനായി ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. മാവ് കുഴിക്കാനായി നമുക്ക് ഗ്യാസ് കത്തിച്ച് കുറച്ച് വെള്ളം ചൂടാക്കാൻ വയ്ക്കാം. ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ച് നമുക്കൊരു ഗ്ലാസ് വെള്ളം മതിയാവും മാവ് കുഴിക്കാനായിട്ട്. വെള്ളം അടുപ്പിൽ വെച്ച് നന്നായി വെട്ടിത്തിളക്കണം. കുറച്ച് തിളച്ചാൽ പോരാ, വെട്ടിത്തിളക്കുക തന്നെ വേണം. നമുക്ക് മാവിലോട്ട് കുറച്ച് ഉപ്പിട്ട് മാറ്റി വെക്കാം. വെള്ളം തിളച്ചതിന് ശേഷം മാവിലോട്ട് ഇതുപോലെ കുറച്ചായി ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈകൊണ്ട് മെല്ലെ കുഴച്ചെടുക്കുക. സൂക്ഷിക്കണം, തിളയ്ക്കുന്ന വെള്ളമാണ്, അപ്പോൾ നമ്മുടെ കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. സൂക്ഷിച്ച് കുഴച്ച് മെല്ലെ കുഴച്ചെടുക്കുക. ഇതുപോലെ നന്നായി കുഴച്ചെടുക്കുക. നന്നായി കുഴച്ചെടുത്താൽ മാത്രമേ നമ്മുടെ ചപ്പാത്തി അത്രയും നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് നന്നായി കുഴച്ചെടുക്കുക. കൈ കൊണ്ട് തന്നെ കുഴക്കണം. ഇതുപോലെ നന്നായി കുഴച്ചെടുക്കുക. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ വീട്ടിലൊക്കെ കാണുമല്ലോ നെയ്യ്. അപ്പോൾ അതിൽ കുറച്ച് നെയ്യ് 1 ടീസ്പൂൺ മതിയാവും. നെയ്യ് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായി കുഴച്ചെടുക്കണം. നമ്മുടെ ചപ്പാത്തി നല്ല മയമായി കിട്ടാൻ വേണ്ടിയാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യ് കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായി കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ പരത്തിയെടുക്കുക. ബാക്കിയുള്ള ചപ്പാത്തി മാവ് ഇതുപോലെ ഉരുളകളാക്കി വെക്കുക. ചപ്പാത്തി പരത്തിയതിന് ശേഷം നേരെ പാനിലോട്ട് ഇട്ട് കൊടുക്കുക. പാനിലിട്ടതിന് ശേഷം അധിക സമയം അത് വേവാൻ വയ്ക്കരുത്. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. അവിടെ കുറച്ച് സമയം ചപ്പാത്തി വേവാൻ വയ്ക്കുക. കുറച്ച് വെന്തതിന് ശേഷം നമ്മുടെ ഫ്രൈയിങ് പാൻ അടുപ്പിൽ നിന്ന് മാറ്റുക. ചപ്പാത്തി നേരിട്ട് ഗ്യാസിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. തിരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇതുപോലെ പൊങ്ങി വരും. നല്ല സോഫ്റ്റായ പൊങ്ങിയ ചപ്പാത്തി കിട്ടും നമുക്ക്.